ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഡിഫറെന്റ് കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് ആക്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഇഫ് സ്റ്റേറ്റ്മെന്റ്, എൽസ് സ്റ്റേറ്റ്മെന്റ്, പിന്നെ എൽസ് ഇഫ്, സ്വിച്ച്, ഇത് നാലുമാണ് പ്രധാന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ആദ്യം ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്നിങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ സ്റ്റേറ്റ്മെന്റ് ഡോട്ട് പി എച്ച് പി എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പി എച്ച് പി ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ പി എച്ച് പി ടാഗ് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതിനകത്ത് $a എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് 10 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ ഞാൻ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാൻ പോവുകയാണ്. ഈഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈഫിനകത്ത് $a ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ ഇക്കോക്കകത്ത് ഹലോ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് വരണം. അതായത് $എയുടെ വാല്യൂ 5നേക്കാൾ കൂടുതലാണെങ്കിൽ എക്കോയ്ക്കകത്ത് ഹലോ കൊടുത്തിട്ടുണ്ട്. അതായത് ഹലോ എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്ത് വരണം. നമുക്കിത് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഹലോ എന്നുള്ള വാല്യൂ ഇവിടെ പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ എൽസ് സ്റ്റേറ്റ്മെന്റ് കൂടി നോക്കാം. ഇവിടെ എൽസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എക്കോയ്ക്കകത്ത് ഹായ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് നോർമലി എയുടെ വാല്യൂ 5നേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഹലോനെ പ്രിന്റ് ചെയ്ത് വരും. അതുകൊണ്ട് നമുക്ക് എയുടെ വാല്യൂ കുറച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എയുടെ വാല്യൂ 3 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടില്ലേ, ഹായ് എന്ന് വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടി കോഡ് നോക്കാം. അതായത് ഇവിടെ ഞാൻ വേരിയബിൾ എയിലോട്ടേക്ക് 3 എന്ന വാല്യൂ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് $a ഗ്രേറ്റർ ദാൻ 5 എന്ന് വന്നാൽ എക്കോയ്ക്കകത്ത് ഹലോ കൊടുത്തിട്ടുണ്ട്. അതായത് ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് പ്രിന്റായി വരാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം എൽസ് പാർട്ടിനകത്ത് എക്കോയ്ക്കകത്ത് ഹായ് കൊടുത്തിട്ടുണ്ട്. അതായത് ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലെങ്കിൽ, അതായത് $a വാല്യൂ 5നേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിന്റെ എൽസ് പാർട്ടിനകത്ത് ഹായ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ പ്രിന്റായി വരാൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ മറ്റു മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നാലേ നിങ്ങൾക്കിത് ക്ലിയർ ആയി മനസ്സിലാവൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റും എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റും കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.